2026 ജനുവരി 29-നാണ് കേരള ബഡ്ജറ്റ് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ 4 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വന്നു. ഇലക്ഷന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. LDF സർക്കാർ അധികാരം നഷ്ടപ്പെടുകയും UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതുക്കിയ ബഡ്ജറ്റാണ് ഇപ്പോൾ ശ്രീ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 ബഡ്ജറ്റുകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നേരത്തെ ഉള്ള സർക്കാർ പിന്തുടരുന്ന പല പദ്ധതികളെയും പൂർണ്ണമായി എതിർത്തുകൊണ്ട് തന്നെയാണ് UDF ഇലക്ഷനിൽ മത്സരിച്ചത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കേരയിൽ പദ്ധതി നിർത്തലാക്കുമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF ഇലക്ഷനെ നേരിട്ടത്. UDFന് വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ കേരയിൽ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ബഡ്ജറ്റിൽ നിന്ന് പുറത്താണ്. അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ K-ഫോൺ അതുപോലെ K-സ്മാർട്ട് തുടങ്ങിയ പദ്ധതികളുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയ ബഡ്ജറ്റിലെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അത് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ 605 കിലോമീറ്റർ വിസ്തീർണമുള്ള തീരപ്രദേശം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കേരളത്തിൻ്റെ എക്കോണമിയെ മാറ്റിമറിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും കാണുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശം തീർച്ചയായിട്ടും വളരെയധികം സാധ്യതകൾ നമുക്ക് നൽകുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള പദ്ധതികൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ യാത്രയിലായാലും അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിലായാലും കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ സമുദ്രത്തിലെ സാധ്യതകൾ കൂടുതൽ ടാപ്പ് ചെയ്തുകൊണ്ട്, അതായത് മത്സ്യബന്ധനത്തിലും അതുപോലെ സമുദ്ര വിഭവങ്ങൾ ശേഖരിക്കുന്നതിലുമൊക്കെ കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അത് വലിയ തോതിലൊരു എക്കോണമിക്ക് ബൂസ്റ്റ് ആവുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ നമ്മുടെ തീരത്തുള്ള ധാതു മണൽ ശേഖരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അത് വിൽപ്പന നടത്തുന്നതിലൂടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വളരെ കാലമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിന് ആദ്യ രൂപം നൽകിയത് യഥാർത്ഥത്തിൽ അച്യുതമേനോൻ സർക്കാരാണ്. അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ KMRL പോലുള്ള പദ്ധതികൾ കൊണ്ടുവരികയും ഇപ്പോൾ കരിമണൽ അതുപോലെ തന്നെ മറ്റു ധാതുക്കളൊക്കെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ അതിനുശേഷം പിന്നീട് അത് ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ അത്തരത്തിൽ പ്രൈവറ്റ് കമ്പനികളുടെ കൂടി പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ആ മണൽ ഖനനം നടത്താനും റെയർ മിനറൽസ് എടുക്കാനുള്ള സംവിധാനവും ആലോചിക്കുന്നുണ്ട്. അതും കൃത്യമായി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പദ്ധതി തന്നെയാണ്. പക്ഷേ അതിലുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇത്രയും കാലം അത് പൊതുമേഖലയിൽ വലിയ സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുവന്നില്ല, അത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. അതിനാൽ തന്നെ അത് മണൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഈ കാലം അത്രയും സംഭവിച്ചിരുന്നത് കരിമണൽ കടത്തിക്കൊണ്ടുപോവുകയും അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന് ഒരു പൈസ റവന്യൂ കിട്ടാതെയാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. അത് സംസ്ഥാനത്തിന് വലിയ തോതിൽ റവന്യൂ നേടിത്തരുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ഈ പ്രഖ്യാപനവും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ, നമ്മുടെ കടൽത്തീരം ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ, അത് കൃത്യമായി ആവിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ അത് തികച്ചും പ്രയോജനപ്രദമായിരിക്കും. മറ്റുള്ള പ്രഖ്യാപനങ്ങൾ സാംസ്കാരിക രംഗത്തുള്ള പല സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ MTയുടെ പേരിൽ കോഴിക്കോട്, അതുപോലെ തന്നെ JC ഡാനിയലിൻ്റെ പേരിൽ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത് പ്രഖ്യാപനമുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. സിനിമാ ഇൻഡസ്ട്രിയെ വ്യവസായമായി പ്രഖ്യാപിക്കാനും സർക്കാർ ധൈര്യം കാണിച്ചു. അത് കൃത്യമായ ഒരു കാര്യമാണ്. കാരണം സിനിമ ബേസിക്കലി ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ സിനിമാ വ്യവസായത്തിന് ബൂസ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ മറ്റു പല പദ്ധതികളുടെയും കിഫ്ബി ഇപ്പോൾ നമ്മുടെ പെട്രോൾ സെസ്സിൽ നിന്നും അതുപോലെ റോഡ് സെസ്സിൽ നിന്നുമൊക്കെ നൽകുന്ന തുക നിർത്തിവെക്കാനും അത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണുള്ളത്. കിഫ്ബി ഇപ്പോൾ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് പകരമായിട്ട് തിരിച്ച് ലാഭം ലഭിക്കുന്ന പദ്ധതികളിലേക്ക് മാത്രമായി ചുരുക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എത്രത്തോളം പ്രാവർത്തികമായി വരുമെന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ വളരെ കാലമായിട്ടിപ്പോൾ ഈ കിഫ്ബിയിലൂടെയാണ് സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പലപ്പോഴും ഈ ബഡ്ജറ്റ് അലൊക്കേഷൻ മതിയാവാതെ വരുമ്പോൾ ഈ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന തുകയാണ് കിഫ്ബിക്ക് അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കിഫ്ബിക്ക് ഉള്ള കടവും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിൽ എഴുതി ചേർത്തത്. അത് ഒരിക്കലും
ശരിയായൊരു നടപടിയായിരുന്നില്ല. കാരണം ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡിൻ്റെ കാശെടുത്താണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് ഹൈവേ അതോറിറ്റിയുടെ കാശ് മുഴുവനായിട്ട് മൊത്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കടത്തിൻ്റെ കൂട്ടത്തിൽ എഴുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കടം 10 മടങ്ങ് വർദ്ധിക്കും. പക്ഷേ അത് ചെയ്യാതെ കേരളത്തിൻ്റെ ഒരു ഏജൻസി ആയിട്ടുള്ള ഈ ഒരു കിഫ്ബിയുടെ കടം, കിഫ്ബിയുടെ ഗ്യാരണ്ടിയർ മാത്രമാണ് കേരള സർക്കാർ. പക്ഷേ അത് കേരളത്തിൻ്റെ കടത്തിന് എഴുതി ചേർത്തത് കേരളത്തെ നശിപ്പിക്കാൻ മാത്രം തീരുമാനമായിരുന്നു. ഏതായാലും അങ്ങനെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫണ്ടുകൾ ഈ ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കിഫ്ബി ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കേരളത്തിന് പ്രയോജനപ്രദമായിട്ട് വരാത്തിടത്തോളം കാലം കേരളത്തിൻ്റെ വലിയ തോതിലുള്ള ബഡ്ജറ്റ് റിസ്ട്രെയിൻ ഉണ്ട്. അത് ഈ ഗവൺമെൻറ് ആയാലും അനുഭവിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ഗവൺമെൻറ്റുകളും അനുഭവിച്ചുകൊണ്ടിരുന്നു. കാരണം കൂടാതെ പല ഫണ്ടുകളും തടഞ്ഞു വെക്കുക. ഉദാഹരണമായിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്കുള്ള ഫണ്ടുകളെല്ലാം തടഞ്ഞു വെക്കുക. യഥാർത്ഥത്തിൽ അതിന് യാതൊരു തരത്തിലുള്ള നീതീകരണവുമില്ല. കാരണം സർവശിക്ഷാ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും PM ശ്രീയും രണ്ടാണ്. അതിന് PM ശ്രീ ഒപ്പിട്ടാൽ മാത്രമേ അത് തരികയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും അന്യായമാണ്. പക്ഷേ ഇതിനെതിരായി സംസ്ഥാന സർക്കാരിന് അന്ന് കോടതിയിൽ പോകാമായിരുന്നു. അന്ന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിയമ നടപടികൾ കുറേയധികം ദീർഘിച്ചു പോകുമായിരുന്നെങ്കിലും സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യത എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ സർക്കാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അത് ഇപ്പോൾ തുടരാൻ ഈ സർക്കാർ ഇപ്പോൾ ബാധ്യസ്ഥമായി നിൽക്കുകയുമാണ്. ഇത്തരത്തിൽ ഈ കേന്ദ്ര നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടതാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ഇന്നുള്ള നിലവിലുള്ള UDF സർക്കാരിന് തുടരേണ്ടതായി വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് പല വിഷയങ്ങളിലും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ വിമുഖരായി നിൽക്കുന്നിടത്ത് വെച്ചാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടരുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2018 നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലും കേരളത്തിന് ഒന്നും ലഭിച്ചിട്ടില്ല. അതിനുശേഷമുള്ള മറ്റ് പല ദുരന്തങ്ങളെയും അതുപോലെ തന്നെ വിഷയങ്ങളിലൊന്നും തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദുരന്തവുമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ദുരന്തം വരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആയിരക്കണക്കിന് കോടി രൂപ നൽകുന്നിടത്ത് കേരളത്തിന് ന്യായമായിട്ട് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റൽ പോപ്പുലേഷൻ ഇതിലൊക്കെ തന്നെ 2018 സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക നില, കേരളം നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണെങ്കിലും കേരളത്തിൽ തനത് വരുമാനം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ 4ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയിലുള്ളത്. അത് വലിയ പല സംസ്ഥാനങ്ങൾക്കും സാധിക്കാത്തതാണ്. ഇപ്പോൾ വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യപ്രദേശും ഉത്തർപ്രദേശും ബീഹാറും എല്ലാം തന്നെ വലിയ തോതിൽ കേന്ദ്ര സഹായത്തിലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾ നമ്മുടെ തനത് വരുമാനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ തനത് വരുമാനത്തിൽ നിലനിൽക്കുമ്പോഴും നമ്മൾക്ക് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലുള്ള സഹായം ലഭിക്കാത്തതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം, കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെ പുതിയ സർക്കാർ അഭിമുഖീകരിക്കുമെന്നുള്ളിടത്താണ്, അതായത് കൂടുതൽ തനത് വരുമാനം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നത്. ഇതേ ശ്രമങ്ങൾ തന്നെയാണ് പലപ്പോഴും മുൻ സർക്കാരുകളും നടത്തിയിരിക്കുന്നത്. സ്വന്തമായിട്ട് മൂലധനം കണ്ടെത്തിയിട്ട് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ എത്രത്തോളം ഈ സർക്കാരിന് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കിനി കാണാനിരിക്കുന്നത്.